ഒരു ഭൂമി ദോഷം ഉണ്ടോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ ഒരു പ്രശ്നക്കാരനെ വിളിച്ച് അല്ലെങ്കിൽ സ്ഥപതിയെ വിളിച്ച് ആ ഭൂമിയെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഈ രക്ഷസിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ മനസ്സമാധാനം കിട്ടാതെ മരിച്ചുപോയ ഒരു ബ്രാഹ്മണനാണ് രക്ഷസാട്ടെത്തി. നമ്മുടെ ഈ ഭൂമിയിൽ ബ്രഹ്മരക്ഷസ്, ഗന്ധർവൻ എന്നിവയുമായി പ്രതിപാദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവ തമ്മിൽ നമ്മുടെ മനുഷ്യ ജീവിതവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ ഗന്ധർവൻ അല്ലെങ്കിൽ രക്ഷസ്, ബ്രഹ്മരക്ഷസ് ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളുടെ ഹൈന്ദവ ആചാരങ്ങളിൽ ഈ ഭൂമിയിൽ വസിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്ന ഒരു മൂർത്തിയാണ് രക്ഷസ്, ബ്രഹ്മരക്ഷസ് എന്നൊക്കെ പറയുന്നത്. ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളെല്ലാം പഠിച്ച് അദ്ദേഹത്തിന് ശരിക്കുള്ള രീതിയിലുള്ള ഒരു മനസ്സമാധാനം കിട്ടാതെ മരിച്ചുപോയ ഒരു ബ്രാഹ്മണനാണ് രക്ഷസാട്ടെത്തിയിരുന്നത്. ആ ബ്രഹ്മരക്ഷസിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം എന്തൊക്കെ ചെയ്തിരുന്നുവോ, അദ്ദേഹം കൊടുത്തിരുന്ന ആ ഭഗവാന്മാർക്ക് കൊടുത്തിരുന്ന നൈവേദ്യങ്ങൾ എന്തൊക്കെയാണോ, ഇതെല്ലാം തൃപ്തികരമായ അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഒരു വിഷയങ്ങൾ നമ്മൾ പ്രതിപാദിപ്പിക്കുകയും ആ ബ്രഹ്മരക്ഷസിൻ്റെ ആരാധന എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും. അതായത് ഈ ഭൂമി തന്നെ ബ്രാഹ്മണരുടേതാണ്. ബ്രാഹ്മണർ ദാനം ചെയ്ത് കിട്ടിയ ഭൂമികളാണ് ഇതെല്ലാം. അപ്പോൾ ഒരു കർമ്മം ചെയ്ത ബ്രാഹ്മണൻ മരിച്ചു കഴിഞ്ഞാൽ ആ ഭൂമിയുടെ അധിപൻ ശരിക്കും ബ്രഹ്മരക്ഷസാണ്. അതാണ് ചില സ്ഥലങ്ങളിൽ ബ്രഹ്മരക്ഷസിൻ്റെ അധിവേശം അല്ലെങ്കിൽ അധിനിവേശമുണ്ട്, അവിടെ കർമ്മങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ അവിടെ ഒരു പുരയിടം വയ്ക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രധാന കാരണം. ഇപ്പോൾ ഇതിനകത്തുള്ള പ്രധാന വിഷയം വെച്ചാൽ ഒരു ഭൂമി ദോഷം ഉണ്ടോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ ഒരു പ്രശ്നക്കാരനെ വിളിച്ച് അല്ലെങ്കിൽ സ്ഥപതിയെ വിളിച്ച് ആ ഭൂമിയെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഈ രക്ഷസിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് പ്രീതി വരുത്തിയിട്ട് വേണം അവിടെ കല്ലുകൾ ഇടാനും അവിടെ പുര പണിയാനൊക്കെ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെയാണ് ഈ ഭൂമിക്ക് തന്നെയാണ് നാഗങ്ങൾ, സർപ്പങ്ങളിലും അതുപോലെ തന്നെ ഉള്ളതാണ്. അപ്പോൾ രക്ഷസും നാഗങ്ങളും ഇതൊക്കെ ഉള്ളതും ഒരേപോലെ തന്നെ കണക്കാക്കി പോകണം. ജീവിതത്തിൽ അവരെ ആരാധിച്ചാൽ നമുക്ക് ഐശ്വര്യവൃദ്ധി ഉണ്ടാവും. അപ്പം നമ്മളുടെ ആരാധനമൂർത്തിയെ ആരാധിച്ചിരുന്ന ഒരു ബ്രാഹ്മണനാണ് ഈ ബ്രഹ്മരക്ഷസായിട്ട് തീരുന്നതെന്നാണ് സങ്കല്പം. അപ്പോൾ അവർക്ക് പ്രീതി കൊടുത്തു കഴിഞ്ഞാൽ, അവരെ പരിപാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് നേടിത്തരും, അവരുടെ അനുഗ്രഹം നമുക്കുണ്ടാവും. ഈ ഗന്ധർവൻ, യക്ഷി ഇവരുമായി ഈ ബ്രഹ്മരക്ഷസും ഇവരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബ്രഹ്മരക്ഷസും ഗന്ധർവനും തമ്മിൽ ബന്ധമൊന്നുമില്ല. എന്നാൽ ബ്രഹ്മരക്ഷസ് ഭൂമിയുടെ അധിപനാണെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഗന്ധർവൻ എന്ന് പറയുന്ന ആ മൂർത്തിഭാവം ദേവലോകത്ത് പാട്ടുകളൊക്കെ പാടി ദേവകന്യകമാരെ നൃത്തം ചെയ്യിപ്പിക്കുന്ന ഒരു ആത്മാ. അപ്പോൾ ഇവർ കൂടുതൽ ഈ അഹങ്കാരങ്ങൾ കാണിച്ചപ്പോഴാണ് ദേവശാപത്താൽ ഭൂമിയിൽ പറക്കുന്നതാണ് ഗന്ധർവരായിട്ട് തീരുന്നത്.